നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച കേസ് അട്ടിമറിച്ചതിൽ എഡിജിപി അജിത് കുമാറിന് കുരുക്ക് മുറുകുന്നു. തെളിവുകളെതിരായിട്ടും റിപ്പോർട്ട് തിരുത്തിച്ചെന്നും അന്വേഷണ ഉദ്യോഗസ്ഥ എസ്ഐടിക്ക് മൊഴി നൽകി. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പ്രത്യേകം കേസെടുക്കാനും എസ്ഐടിക്ക് നിയമോപദേശം ലഭിച്ചു. മർദ്ദനത്തിൽ ഗൺമാൻമാർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉടനുണ്ടാകും. ക്രമസമാധാന ചുമതലയുള്ള മുൻ എഡിജിപി എം.ആർ. അജിത് കുമാർ കേസ് ഫയൽ തിരുത്താനും തെളിവുകൾ നശിപ്പിക്കാനും ഇടപെട്ടതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. വയനാട് ദുരന്ത സമയത്ത് കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകാൻ നിർബന്ധിച്ചു. ബഹളത്തിനിടയിൽ ആരും ശ്രദ്ധിക്കില്ലെന്ന് എഡിജിപി പറഞ്ഞു. കേസ് എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് റിപ്പോർട്ട് നൽകിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ എസ്ഐടിക്ക് മൊഴി നൽകി. ഒരു ഡിവൈഎസ്പി നേരിട്ടും മറ്റൊരാൾ രേഖാമൂലവുമാണ് അജിത് കുമാറിനെതിരെ മൊഴി നൽകിയത്. നാളെ ഡിജിപിക്ക് നൽകുന്ന എസ്ഐടി റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിക്കും. കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് പ്രത്യേകം കേസെടുക്കാമെന്ന് എസ്ഐടിക്ക് നിയമ ഉപദേശം ലഭിച്ചു. ഗൂഢാലോചന കുറ്റം നിലനിൽക്കും. കേസ് ഡയറി തിരുത്താൻ ശ്രമിച്ച ഡിവൈഎസ്പിയും പ്രതിയാകും. അതേസമയം മർദ്ദനത്തെ ന്യായീകരിച്ചാണ് ഗൺമാൻമാർ ജാമ്യാപേക്ഷ നൽകിയത്. പ്രതിഷേധം നിയന്ത്രിക്കാൻ പലയിടങ്ങളിലും മതിയായ പോലീസുകാർ ഉണ്ടായിരുന്നില്ല. ഇതിനാലാണ് ലാത്തി കൈയിൽ കരുതിയിരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. ജാമ്യാപേക്ഷ ആലപ്പുഴ സെഷൻസ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം, ആലപ്പുഴ.